ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീനി ഉപ്പേരിയാണ്. ചീനി കപ്പ പലയിടത്ത് പല പേര് പറയുന്നത്. ഈ ഒരു വലുപ്പത്തിൽ വേണം അരിയാൻ. നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഈ ചീനി അതിലേക്കിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം ചീനിക്ക് കട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടില്ലേ, അതിൻ്റെ കറ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതോടുകൂടി അത് മാറിക്കിട്ടും. പിന്നെ ചീനിയുടെ ഉപ്പേരി അല്ലാണ്ട് വറുക്കുകയാണെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും കട്ടി ഉണ്ടാവില്ല. ഞാനിവിടെ ഏകദേശം 2 കിലോയോളം ചീനിയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ള് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടു. തിള വരുമ്പോഴത്തേക്കും നമുക്കത് ഊറ്റിയെടുക്കാം. തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഊറ്റി വെച്ചേക്കുന്ന ചീനി ഇടാം. ഒരുപാട് വേവാൻ പാടില്ല. ഒരു തിള വരുമ്പോഴത്തേക്കും അത് ഊറ്റിയെടുക്കണം. നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഈ ചീനി ഇടാം. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു വിഭവമാണ് ചീനി ഉപ്പേരി. സാധാരണ ഞങ്ങളുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഉപ്പേരി ഉണ്ടാവും, ശർക്കര വരട്ടി ഉണ്ടാവും, ചീനി ഉണ്ടാവും, ചേമ്പ്, ചേന, ഇത്രയും ഉപ്പേരികൾ സൈഡിൽ വിളമ്പാനുണ്ടാവും. ഇലയുടെ സൈഡിൽ എന്തായാലും ഉണ്ടാവും. അതൊരു പകുതി സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് വെള്ളം കലക്കിയത് ഒഴിക്കാം. ഞാൻ നേരത്തെ ഏത്തയ്ക്ക ഉപ്പേരിയിൽ ഞാൻ അതുപോലെ ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചീനിയിലും അങ്ങനെയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. ഒഴിച്ച ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നന്നായിട്ട് ഇളക്കുക. ഒരു ചീനി പകുതി വറവാകുമ്പോഴാണ് ഈ ഉപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ ഒഴിച്ചാൽ ഇത് ശരിക്കും വറുത്ത് കിട്ടില്ല. അവസാനമായിട്ടാവുകയാണെങ്കിൽ മൂത്ത് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പകുതി ആവുമ്പോഴാണ് നമ്മൾ ഈ ഉപ്പ് വെള്ളം തളിച്ച് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കുക. പകുതി നമ്മൾ ആദ്യമേ വേവിച്ചല്ലോ ചെറുതായിട്ട്. അങ്ങനെ ചെറുതായിട്ട് വെന്തതായതുകൊണ്ട് ചീനി ആവാനും ഒരുപാട് സമയം എടുക്കില്ല. നമുക്കിത് കോരിയെടുക്കാം. ചീനി ഉപ്പേരി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.